സന്തോഷകരമായൊരു നിമിഷത്തിലാണിപ്പം. കാരണം നമ്മുടെ മനസ്സിൽ ടീച്ചർ പറഞ്ഞ പോലെ ജയകൃഷ്ണൻ സാറ് ഒരാശയം മുന്നോട്ട് വെച്ചു. സാറിൻ്റെ ഒരു വലിയ ആഗ്രഹം അല്ലെങ്കിൽ ഒരു വലിയ സ്വപ്നമായിരുന്നു നമ്മുടെ ഡയപ്പർ ബാങ്ക്. അത് വളരെ മനോഹരമായി തന്നെ, അല്ലെങ്കിൽ ഏറ്റവും അതിന് എവിടെയാണോ ഇടപെടേണ്ടത് ആ ഇടപെടൽ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ട് തന്നെ അനിത ടീച്ചർ ആ ആഗ്രഹത്തെ ചേർത്ത് പിടിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇന്ന് ഇവിടെ ഡയപ്പർ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സ്വപ്നം പൂവണിഞ്ഞിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഡയപ്പർ എത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാണെന്നുള്ളത്. കാരണം നമ്മൾ ഹോം ബേസ്ഡ് കൊടുക്കാൻ ചെല്ലുമ്പോഴാണെങ്കിലും നമുക്കറിയാം പേരൻസ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പറയുന്ന ഒരു കാര്യം. കാരണം അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് വാങ്ങാൻ പറ്റുന്ന അത്രയും ഡയപ്പർ അവർ വാങ്ങുന്നു. പക്ഷെ ഒരു ദിവസം അവർക്ക് വിചാരിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ഇപ്പം നമ്മളൊരെണ്ണം സാധാരണ നമുക്ക് കുഞ്ഞു കുട്ടികൾ വീട്ടിലുള്ളവർക്ക് അറിയാൻ പറ്റും ഡയപ്പർ വാങ്ങേണ്ടി വരും. പുറത്തേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിലോ അങ്ങനെ മാത്രമാണ് അവർക്ക് ഡയപ്പർ ആവശ്യമായി വരുന്നത്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഏത് സമയത്താണ് ഡയപ്പർ മാറ്റി കൊടുക്കേണ്ടി വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എണ്ണം ഇത്ര നിശ്ചിത എണ്ണം അല്ലെങ്കിൽ നിശ്ചിത എണ്ണം ഇത്ര ഒരു മാസത്തേക്ക് എന്നുള്ള രീതിയിലേക്ക് ഒരിക്കലും നിജപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ അവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഡയപ്പർ എന്ന് പറയുന്നത്. അപ്പം അത് അവർക്ക് ഏറ്റവും സുലഭമായ രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങി വെച്ച ഈ പ്രവർത്തനം എല്ലാ സുമനസ്സുകളുടെ സഹായത്തോടു കൂടി, അതിൽ ചേതന പാലിയേറ്റീവ് സെൻറ്റർ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ SDV സ്കൂള്, അങ്ങനെ ഒരുപാട് നല്ല മനസ്സുള്ള ആളുകളുടെ സപ്പോർട്ടോടുകൂടി നമുക്ക് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഇവിടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ശ്രീ മനോജ് സാറിനെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അതുപോലെ നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിലും വരുമ്പോൾ സാറ് കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന ഒരു രീതി എൻ്റെ ഫോണിൽ ഇപ്പോഴും കിടപ്പുണ്ട്. 1-2 ഫോട്ടോസ്. പ്രവേശനോത്സവ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ലഡു വിതരണം ചെയ്യുന്ന സമയത്ത്, കാരണം ഒരു ജനപ്രതിനിധി ഉദ്ഘാടനത്തിനെത്തി ആ ഒരു രീതിയിലല്ല സാറ് കുഞ്ഞുങ്ങളെ സമീപിക്കുന്നത്. ചേർത്ത് നിർത്തിക്കൊണ്ട് അവരോടുള്ള ആ ഒരു വാത്സല്യമൊക്കെ നമുക്ക് ഏറ്റവും നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. അതുപോലെ സാറിൻ്റെ മകൻ്റെ സ്മരണാർത്ഥം സാറിവിടെ നമുക്ക് അലമാരിക്ക് വേണ്ടിയിട്ട് കുറേ ദിവസങ്ങളായിട്ട് ടീച്ചർ ഇടപെടുന്നുണ്ടായിരുന്നു. അത് ഏകദേശം റെഡിയായി എങ്കിൽ പോലും അത് നമ്മുടെ കയ്യിൽ വന്നിട്ട് നമുക്ക് കിട്ടാതെ പോകുന്ന ഒരു അവസരത്തിൽ ടീച്ചറിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ബലം കൊണ്ട് മാത്രം നമുക്കതെന്തായാലും ചെയ്യാം, നമുക്ക് സ്വന്തമായി പൈസ എടുത്തിട്ടാണേലും ചെയ്യാമെന്ന് മുന്നോട്ട് ഇറങ്ങിയതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മളിപ്പം പല വിശ്വാസത്തിലൊക്കെ ഉള്ളവരുണ്ട്, നമുക്കറിയാമെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ല മനസ്സോടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അമ്പലപ്പുഴ കണ്ണൻ്റെ ഒരു അനുഗ്രഹം എപ്പോഴും ഉണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം മുന്നോട്ട് നടത്താനായിട്ട് നല്ല മനസ്സോടുകൂടി മുന്നോട്ട് ഇറങ്ങുമ്പോൾ തന്നെ എവിടുന്നാണോ ആ ഒരു ദൈവാനുഗ്രഹത്താൽ എവിടുന്നാണോ എന്നറിയില്ല, നമ്മൾ വിചാരിക്കണേക്കാൾ അപ്പുറം ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്ന ആളുകളെ നമുക്ക് കൊണ്ട് തരുന്നുണ്ട്. അത് ഏറ്റവും വലിയ, അതിന് ഈശ്വരനോട് തന്നെ ആദ്യം നന്ദി പറയുകയാണ്. അങ്ങനെ നമുക്ക് ഇന്ന് കിട്ടിയ ഒരു ആളാണ് മനോജ് സാറ്. നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും കൂടെ നിൽക്കുന്നതാണ്. അപ്പോൾ സാറ് ടീച്ചർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഞാനത് ഏറ്റെടുക്കാം, ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പം അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. സാറിന് BRCയുടെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. നിൽക്കുന്ന സാറിന് നമ്മുടെ BRCയുടെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. ടീച്ചർ നമ്മുടെ ഇപ്പം AE ആയിട്ട് സ്ഥാനമേറ്റിരിക്കുന്നു. അതിനു മുന്നേ അമ്പലപ്പുഴ ഇനിയും നമുക്ക് എല്ലാ സപ്പോർട്ടും പിന്തുണയും തന്നുകൊണ്ട് കൂടെ ഉണ്ടാവുമെന്ന് ടീച്ചർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ടീച്ചറിന് നമ്മുടെ പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. അത് കഴിഞ്ഞു എങ്കിലും ഔപചാരികതയുടെ പേരിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അനിത ടീച്ചർ, ഒരുപാട് തിരക്കുകളുണ്ട് ടീച്ചറിന്, കുറേ കാര്യങ്ങൾ ടീച്ചർ, കുറേ ഉത്തരവാദിത്തങ്ങൾ, സ്വന്തമായിട്ടുള്ള കാര്യങ്ങളല്ല, ജനപ്രതിനിധിയാണ്. അതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ടീച്ചർ. പക്ഷേ ആ ഒരുപാട് തിരക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് അതൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരെയും മുന്നോട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എപ്പോഴും എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ അനിത ടീച്ചറിന് ഏറ്റവും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഔപചാരികതയുടെ പേരിൽ സമർപ്പിച്ചുകൊള്ളുന്നു.
ടീച്ചർ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം നമ്മുടെ SDV സ്കൂളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു വലിയ സ്കൂൾ തന്നെയാണ്. പക്ഷെ അവിടെ ഭിന്നശേഷി കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേരിട്ട് കണ്ടും അല്ലാതെയും റിപ്പോർട്ടുകളിലൂടെയൊക്കെ നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. കാരണം ഒരു ഭിന്നശേഷി കുട്ടിയെ ക്ലാസ്സിലേക്ക് നമ്മൾ ഇപ്പോൾ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്നുള്ള നിലയിൽ അവർ ക്ലാസ്സിൽ ഇരിക്കണം. പക്ഷെ ആ ക്ലാസ്സിലേക്ക് നമ്മൾ ഇരുത്താനായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നാണ്. സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ദിവസം ആ കുഞ്ഞിനെ അവിടെ കൊണ്ടുവരാനോ അങ്ങനെ ഒന്നും സാധിക്കില്ല. അപ്പം ഭിന്നശേഷി കുട്ടികളുടെ കാര്യത്തിൽ എപ്പോഴും നമുക്ക് പിന്തുണ നൽകുന്ന SDV സ്കൂളിലെ പ്രഥമ അധ്യാപിക, അതുപോലെ തന്നെ നമുക്ക് ഡയപ്പറിൻ്റെ കാര്യത്തിലും ആ ഒരു പിന്തുണ നൽകിയിട്ടുണ്ട്. ടീച്ചറിന് നമ്മുടെ BRCയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ നമ്മുടെ രക്ഷിതാക്കൾ വളരെ നേരത്തെ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു, MLA ആൾ ഉദ്ഘാടനം കുറച്ച് നേരത്തെ എത്തണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും നേരത്തെ തന്നെ ഇവിടെ എത്തി വളരെ ക്ഷമയോടുകൂടി നമ്മുടെ കൂടെ നമ്മുടെ ഇങ്ങനെയുള്ളൊരു പ്രവർത്തനത്തിന് നമ്മുടെ കൂടെ നിൽക്കുകയും ഇത്രയും നേരം ക്ഷമയോടുകൂടി ഇവിടെ ഇരുന്ന് എല്ലാ കാര്യത്തിലും പങ്കെടുത്ത നമ്മുടെ എപ്പോഴും എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ പിന്തുണ എന്ന് പറയുന്നത് നമ്മുടെ രക്ഷിതാക്കൾ തന്നെയാണ്. അപ്പോൾ രക്ഷിതാക്കൾക്കും നമ്മുടെ BRCയിലെ സ്റ്റാഫിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. റിയാന, ഗായത്രി, സൗമ്യ, ശിവകാമി, അഭിനവ് കൃഷ്ണൻ, അർജുൻ, അർജുനുണ്ടോ? സഫറലി, സിറിയ,